സദാ സന്നദ്ധരായി ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കപടാകദാ പുരുഷാരേ നഗരമതി കപടാകദാ പുരുഷാരേ നഗരമതി സദാകാലം മാനവാഠിയാൽ ആരോട് കൂടെ വാഴുമേ. സദാകാലം മണവാട്ടിയാൽ ആരോട് കൂടെ വാഴുമേ. ദൂരസംഗമാകവേ സദസന്നദ്ധരായി നീടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. പ്രിയപ്പെട്ട മാതാവിന്റെ ദേഹവിയോഗത്തിൽ ഇന്ന് രാവിലെ സമയത്ത് കടന്നു വന്നിരിക്കുന്നതായ ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ദേശ നിവാസികൾ, കർത്താവിൽ പ്രിയപ്പെട്ട സഭയുടെ അധ്യക്ഷന്മാർ, മറ്റ് കർത്തൃദാസന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടുകൂടി പ്രിയപ്പെട്ട മാതാവ് നമ്മൾ നിന്ന് വിട്ട് കടന്നുപോയി. കഴിഞ്ഞ ഓൽക്കാലം ഇവിടെ അയപ്പാനും ദൈവസന്നിധിയിലെ കർത്താവിനെ ആരാധിപ്പാനും അതോടൊപ്പമായി പ്രിയപ്പെട്ടവർക്ക് കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ സഭയായി മറ്റുള്ള പ്രിയപ്പെട്ടവരുമായി എല്ലാവരുമായി ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ക്രമീകരിച്ച സമയം ഈ പ്രകൃതി അല്പമായി വിരുദ്ധമായി പോയി. അതുകൊണ്ട് അല്പതാമസങ്ങൾ ക്രമീകരണങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് അല്പതാമസമായി പോയത്. നമുക്കിപ്പോൾ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കാൻ തുടർന്നുള്ളതായ ശുശ്രൂഷ കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൽ ഞങ്ങൾ ആഗ്രഹിച്ചത് 12:30 തന്നെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കണം. കാരണം പ്രകൃതി നമുക്ക് വല്ലാതെ നിൽക്കുന്നു. ആയതുകൊണ്ട് അല്പമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചന്തവും ഉചിതമായും കാര്യങ്ങൾ നടത്തപ്പെടണം എന്ന് ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിച്ചു. അതിന് പ്രകാരം ഇന്ന് രാവിലെ സമയത്ത് ഈ ശുശ്രൂഷ ഇപ്പോൾ പ്രാർത്ഥനയോടെ കർത്താവിന്റെ ദാസമക്കൾ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ തോമസ് അവർ പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇപ്പോൾ പ്രാരംഭമായിട്ട് കർത്താവിന്റെ ദാസൻ തോമസ് അവർ പ്രാർത്ഥിക്കുന്നു. Praise the Lord. Hallelujah. നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന സ്വർഗീയ നല്ല ദൈവമേ,
വിലയേറിയ നിമിഷത്തെ ഓർ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. എൻ്റെ ഭക്തന്മാരുടെ മരണഭൂമിക്ക് വിലയേറിയ തിരുവചനം പഠിപ്പിക്കുമ്പോൾ തിരുവചന പ്രകാരം ഇന്ന് പകൽക്കാലം കർത്താവേ പ്രിയ ഭവനത്തിൽ പ്രിയ മാതാവിൻ്റെ യാത്രയപ്പ് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കർത്താവേ ഹല്ലേലൂയ ബന്ധുമിത്രാദികളായ ചർച്ചക്കാരായി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരായ ഭവനവാസികളായി ചേർന്ന് ഞങ്ങളുടെ നാമത്തിൽ നിന്ന് പകൽക്കാലം പ്രഭാതത്തിൽ കർത്താവേ നല്ലൊരു കർത്താവേ ഹല്ലേലൂയ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തന്ന വിലപ്പെട്ട അവസരത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്രകാരം അനുഭവം ലഭിക്കുന്നില്ല എങ്കിൽ ഗർഭാലസി പോകുന്ന പിണ്ടത്തിന് സമമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നല്ലോ. കർത്താവിന്റെ നാമത്തിൽ നിയോളം കർത്താവേ ഞങ്ങളുടെ മുഖത്തുള്ള വേലയിൽ കർത്താസിനോട് ചേർന്ന ധ്വാനിഭാനടിയായി തന്നെ കർത്തദാസി തന്റെ സമയമായപ്പോൾ കർത്താവേ കർത്താവിലേക്ക് ചേർത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ ഹിതപ്രകാരം ഇന്ന് കാലം കർത്താവേ ഹല്ലേലൂയ അങ്ങത് നിറവേറ്റുവാനും അങ്ങയുടെ ഹല്ലേലൂയ ഹിതം അടിയങ്ങൾക്ക് മനസ്സിലാക്കി ഞങ്ങളുടെ പാദപീഠത്തിൽ നിന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നൽകുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവേ ജീവിതത്തിൽ നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായി സ്തുതിക്കുന്നു. നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്ര. ഞങ്ങളുടെ വിലയേറിയ കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്ര. കർത്താവേ ഹല്ലേലൂയ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മാതാവിന്റെ വേർപാട് കർത്താവേ ഭവനവാസികൾക്ക് ഹല്ലേലൂയ അടുത്ത് കർത്താവേ സഹവാസം ചെയ്യുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും കർത്താവേ അതൊരു നികത്തുവാൻ കഴിയാത്തതായ ഒരു പ്രയാസമാണെങ്കിലും കർത്താവേ അടിയങ്ങൾക്ക് ഹല്ലേലൂയ ഇതിന്മേലൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് കർത്താവേ അടിയങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവിൽ സമാധാനത്തോടെ അങ്ങനെയുള്ളതായ സമാധാനം കർത്താവേ പ്രിയപ്പെട്ടവർ കർത്താവെ പൂർണ്ണമായി മനസ്സിലാക്കി കർത്താവിന്റെ പ്രകാരം പകൽക്കാലടിയങ്ങൾ അങ്ങയുടെ പാദപീഠത്തെങ്കിലായി ഇരുപ്പാൻ സഹായിക്കണം. യഥാക്രമം നടത്തപ്പെടുന്ന ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. പ്രകൃതി അടിയങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്നല്ലോ കർത്താവേ, അനുകൂലമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം അത്ഭുത വിഷയമാക്കി മാറ്റുവാൻ കൊണ്ട സ്വർഗസ്ഥ പിതാവേ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ലോകത്തിൽ കർത്താവിന്റെ ദാസനോട് ചേർന്ന് കർദാസായിരുന്ന സമയത്ത് എടിയങ്ങൾക്ക് വിചിന്തനം ചെയ്യുവാനിടയായി കർത്താവേ കുടുംബ ജീവിതത്തിൽ മാത്രം സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ലോകത്തിലായിരുന്ന അനുഭവത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓർക്കുകയാണ്. അല്ലെങ്കിൽ തലയില്ലാത്തൊരവസ്ഥ ശരീരത്തിന് വളരെ കർത്താവേ ചിന്താകുലപ്പെടുന്ന അനുഭവമാണ്. എന്നാൽ തലയായിരിക്കുന്ന സ്ഥാനത്തേക്ക് ശരീരത്തെയും ചേർത്ത് കൊള്ളപ്പെടുവാൻ തക്കവണ്ണം തിരികെ പ്രകാരത്തിന്റെ സമയത്ത് കർത്താവ് ചെയ്ത് കൃപയോർന്നോടുകൂടെ സ്തുതിക്കുന്ന കർത്താവേ ഹല്ലേലൂയ വാർദ്ധക്യത്തിലും കർത്താവേ തലമുറയുടെ അനുഗ്രഹങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ പ്രേമാതാവിനെ സഹായിച്ചല്ലോ കർത്താവേ. എന്നാൽ ഹല്ലേലൂയരായിരുന്ന വിശ്വാസത്തിൽ ഹല്ലേലൂയ പ്രിയ മക്കളും ചേർന്ന് കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി നിൽപ്പാൻ കൊണ്ട സ്വർഗസ്ഥ പിതാവെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നടത്തപ്പെടുന്ന ശുശ്രൂഷ തുടക്കം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരിക്കാണമേ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ശ്രേഷ്ഠഭൃത്യന്മാരെയും സഹായിക്കണം. ഭവനത്തിന് സമാധാനവും സന്തോഷവും പ്രത്യാശയുള്ളവാകുന്ന അനുഭവമായി മാറുവാൻ വേണം സ്വർഗീയ പിതാവേ എന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശേഷമുള്ള സമയങ്ങളുടെ ബലമുള്ള കരങ്ങളിലേക്ക് നിങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. തിരികെ നിറവേറ്റുവാനായിട്ട് ആക്കും. പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കുള്ളങ്ങൾ വഹിക്കും. ദൈവദൂതന്മാരുടെ സഞ്ചയത്തിന്റെ സൂക്ഷിപ്പും ദൃഷ്ടിയും കർത്താവെ പൂർണ്ണമായി നൽകി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗമിടയാക്കും. സകല മഹത്വം യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഞാൻ ഓട്ടം തികച്ചു വിരോധിയായി ഞാൻ ഓട്ടം തികച്ചു വിരോധിയായി ഞാൻ ശുരാജൻ സന്നിധോ പരനീടും ഞാൻ മാറുരൂപമായി പരനേ ശുരാജൻ സന്നിധോ ദൂതസംഘം ആകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടും
ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടാണ് നീടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടാണ് നീടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നീടുമേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നമുക്ക് യോസനമായിട്ട് 90-ാം സങ്കീർത്തനം വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവർ ആർ? ഞങ്ങൾ ജീവനുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചുല്ലസിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്കും നിന്റെ പ്രവൃത്തിയെയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വത്തെയും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുമാറാകണമേ. ദൈവം ഈ വചനഭാഗങ്ങളാൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി തുടർന്ന്
ഒരു വാക്കൂടെ പ്രാർത്ഥിച്ചതിന് ശേഷമായി നമുക്ക് ശുശ്രൂഷ അതേ ഭാഗങ്ങളിലേക്ക് തിരിയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാവിലെ സമയത്ത് നമുക്ക് ഇപ്പോൾ പ്രകൃതി നമുക്ക് അല്പമായി അനുകൂലമാക്കി തരുവാൻ ദൈവം ഇടിയാക്കിയത് ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഈ കഴിഞ്ഞ ദിവസമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ഞങ്ങൾ ഇന്ന് വേർപെട്ട് നിന്റെ രാജ്യത്തിലേക്കായി തിരുവനന്തപുരമായി തീർന്നു. ഇന്ന് പോൽക്കാലം തന്റെ ഭൗതികമായ ശരീരത്തിന്റെ ആമേൻ സംസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ന് പോൽക്കാലം ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ പ്രിയപ്പെട്ട മാതാവിന് അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ഭൗതിക ശരീരത്തിന് ഏറ്റവും വിലയേറിയതായ ഒരു യാത്രയെ ലഭിപ്പാൻ തക്കുടം നീടിയാക്കി തരുമാറാകണമേ. ഇന്ന് രാവിലെ സമയത്ത് കർത്താവേ, ഈ ദുഃഖ വാർത്തകൾ അറിഞ്ഞ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് കടന്നുവന്നായ പ്രിയപ്പെട്ടവര്, ബന്ധമിത്രാദികൾ, സ്നേഹിതർ, ദേശവാസികൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പോൽക്കാലം നിന്റെ വിലപ്പെട്ട ദാസന്മാരെ ഇവിടെ കഴിച്ചല്ലോ, അവരിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇന്ന് രാവിലെ ലഭിപ്പാൻ സഹായിക്കുമാറാകണമേ. ഈ ഭവനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രിയ മാതാവിന്റെ ആമേൻ മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് ആശ്വാസവും സമാധാനവും നീ നൽകുമാറാകണമേ. അവരുടെ ജീവിതത്തിലും ഞങ്ങൾ ഇതുപോലെ ഒരു പാത കടന്നു പോകേണ്ടതായിട്ട് വരും, മടങ്ങി വരാത്തൊരു പാതയ്ക്ക് പോകേണ്ടതായിട്ട് വരുമല്ലോ എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ സ്വർഗമിടിയാക്കി അവരെ ആശ്വസിപ്പിക്കുമാറാകണമേ. ഇന്ന് രാവിലെ പ്രകൃതി ഞങ്ങൾക്ക് എത്രത്തോളം അനുകൂലമാക്കി തന്ന എല്ലാവരുടെ കൃപകൾക്കായി സ്തോത്രം. തുടർന്നുള്ള സമയങ്ങളായി നിന്റെ വിലപ്പെട്ട ദാസന്മാരിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട സമയം ഞങ്ങൾക്ക് ലഭിപ്പാൻ സഹായിക്കുമാറാകണമേ. സകലമാന മഹത്വം നീ നൽകണം, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ഥലത്തിന്റെ പരിമിതി മറ്റും ഉണ്ട്. ഞങ്ങൾ പ്രദേശിച്ച വെളിയിൽ തന്നെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ആഗ്രഹിച്ചെങ്കിലും അതിൻ്റെ മറ്റു ചില കാര്യങ്ങൾ ക്രമീകരണങ്ങൾ വേണ്ട വിധത്തിലായിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അല്പസമയം കൂടെ എല്ലാ പ്രിയപ്പെട്ട ത്യാഗത്തോടു കൂടിയാണെങ്കിലും വെളിയിലായിരുന്നാലും ഇവിടെയായിരുന്നാലും ത്യാഗത്തോടു കൂടിയായിരുന്നാലും എല്ലാവരും ക്ഷമയോടെ അല്പസമയങ്ങൾ ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ ഇടയാക്കി തരുമാറാകട്ടെ. ദേശനിവാസികൾ മറ്റ് പല പ്രിയപ്പെട്ടവർ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാവരെയും അറിയുവാൻ കഴിയുന്നില്ല. ഇവിടെയുള്ള ഭവനക്കാർക്ക് ഈ സ്ഥലത്തുള്ളവർക്ക് അറിയത്തുള്ളൂ ഇന്നാരാ വന്നെന്നുള്ളത്. ഞങ്ങൾക്കറിയാൻ കഴിയത്തില്ല. അതിൻ്റെ ആരും തന്നെ ഞങ്ങളെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ദൈവദാസന്മാരും പലരും വന്നിട്ടുണ്ട്. എല്ലാവരെയും കർത്തൃനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകത്താൽ യുണൈറ്റഡ് പെന്തക്കോസ്ത് സഭയുടെ കൊട്ടാരക്കര സെക്ഷന്റെ പ്രസിഡന്റായിരിക്കുന്നതായ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ സോളമൻ അവറുകൾ ഇന്ന് രാവിലെ സമയത്ത് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ യുണൈറ്റഡ് പെന്തക്കോസ്ത് സഭയുടെ ഡിസ്ട്രിക്റ്റിന്റെ കേരള ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡന്റായിരിക്കുന്നതായ പാസ്റ്റർ ജിജു അവറുകൾ ഇന്ന് രാവിലെ സമയത്ത് ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. മറ്റ് ഇവിടെയുള്ളതായ മറ്റെല്ലാ ദൈവദാസന്മാര്, ഞങ്ങളുടെ സെക്ഷനിലുള്ളതായ ദൈവദാസന്മാര്, മറ്റ് പല സഭകളിൽ നിന്നും ശുശ്രൂഷയിലേക്ക് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവദാസന്മാരുണ്ട്. അവരെല്ലാവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്നേഹ വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പമായിട്ട് രാഷ്ട്രീയമായിട്ടും പല പ്രിയപ്പെട്ടവരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആദ്യമായി തന്നെ ഇവിടെ റീത്ത് സമർപ്പിച്ച പ്രിയപ്പെട്ട സാറിനെ ഇപ്പോൾ ഇവിടെ ക്ഷണിച്ചുകൊള്ളുകയാണ്. അദ്ദേഹം ചില വാക്കുകൾ നമുക്കിവിടെ പറയുന്നു. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മരണം സുനിശ്ചിതമാണ്. എങ്കിലും കുടുംബാംഗങ്ങൾക്ക് നമ്മൾ എത്ര ആശ്വസിച്ചാലും ആശ്വാസം അവർക്ക് കണ്ടെത്തുവാൻ സാധിക്കില്ല. മാതാവ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവരുടെ വ്യതയുടെ സങ്കടത്തിന്റെ പ്രയാസങ്ങൾ നമ്മൾ സമാധാനപ്പെടുത്തിയാലും തീരുന്നതല്ല. അത്രമാത്രം സ്നേഹിച്ചു വളർത്തിയ മാതാവ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ
അവരെ നമ്മൾ എത്രത്തോളം സമാധാനപ്പെടുത്തുവാൻ സാധിച്ചാലും സ്വർഗീയ സിംഹാസനത്തിൽ പോകും എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയാലും സ്വന്തം മാതാപിതാക്കൾ കടന്നു പോകുമ്പോൾ അവർ ദുഃഖത്തിലായി. ലബിസാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അയൽവാസിയായി വന്ന് താമസിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു. ഇവർ അയ്യൂറുകാരക്കാരാണ്. ഞാനിവിടെ വരുമ്പോൾ ഞാനിപ്പോൾ അല്പം ദൂരെയാണ് താമസിക്കുന്നത്. എൻ്റെ വീട് ഇതിൻ്റെ തൊട്ട് കിഴക്കുവശത്താണ് എൻ്റെ കുടുംബം. അപ്പോൾ എൻ്റെ മാതാവിനെ കാണുമ്പോൾ ഈ സഹോദരി പറയുവാനുണ്ട്, എൻ്റെ ദേശക്കാരിയാണ്, അയ്യൂറുകാരെയാണ് എൻ്റെ അമ്മയുടെയും ഭവനം. അങ്ങനെ അവർ തമ്മിൽ വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞ്. അതുപോലെ ഞാൻ വെളിനാട്ടിലായിരുന്നു വന്നപ്പോൾ നബിസാറ് വളരെയധികം എന്നോട് സ്നേഹത്തോടും സൗമ്യതയോടും കൂടി പെരുമാറുന്ന രണ്ട് ദമ്പതികളെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ആയതുപോലെ തന്നെ ജോൺസൺ എന്നെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, വീട്ടിൽ വരാറുണ്ട്. അവരുടെ ഭാര്യ അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു മകളെ കെട്ടിച്ചിരിക്കുന്നതും എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ ഞങ്ങളോടുകൂടി സഹകരിക്കുന്ന എഡിസന്റെ വൈഫാണെന്ന് അറിയുവാൻ തക്കവണ്ണം സാധിക്കും. വേറൊരു മകളുണ്ടെന്ന് അറിയുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ദൈവസന്നിധിയിൽ ഇത്രത്തോളം അടുത്ത് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങളൊക്കെ പോകുന്നതിന് മുമ്പേ ലബിസാറും ഭാര്യയും മലപ്പാറ് ബസ് കാത്തു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണപ്പെടാൻ സാധിച്ചത്. ആത്മീയ പ്രതലങ്ങളിൽ വളരെയധികം ശോഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുള്ളത്. യഹോവയെ സ്തുതിപ്പാൻ തക്കവണ്ണം, യഹോവയുടെ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം അവരെ മാതൃകയാക്കേണ്ട ശിഷ്ടം എനിക്ക് കാണുവാൻ തക്കവണ്ണം സാധിച്ചു. ആയതുപോലെ ഞങ്ങളുടെയൊക്കെ സഹകരിക്കുന്നത് വളരെ അധികം സൗമ്യതയോടുകൂടിയാണ്. എങ്കിലും മരണം സുനിശ്ചിതമാണ്. എന്നെ വളരെയധികം സ്നേഹിച്ചത് എവിടെ പോയാലും കണ്ട് സംസാരിക്കുന്ന രണ്ട് മാതാപിതാക്കളായിരുന്നു. അവർ നമ്മളിൽ നിന്ന് വേർതിരിഞ്ഞ് പോകുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകും. എങ്കിലും ദൈവനിശ്ചയം പോലെ, ദൈവത്തിന്റെ ഹിതം പോലെ ദൈവം വിളിക്കുമ്പോൾ പോയേ സാധിക്കും. ആയതിനാൽ നമുക്ക് സന്തോഷിക്കാം. എന്നാൽ മരണം എന്ന് പറയുമ്പോൾ മരണം, അതായത് ഏതാം തോട്ടത്തിൽ മരണം ഉണ്ടായി എങ്കിലും ഏതാം തോട്ടത്തിൽ യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ ഫലം തിന്നാൽ മരിക്കുമെന്ന്. എന്നാൽ ആദാമും ഹവ്വായും മരിച്ചതായിട്ട് കാണുന്നില്ല. എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഞാൻ വളരെ ചുരുക്കിയ, കാലാവസ്ഥ വളരെ പ്രതികൂലമായിരിക്കുന്നതിനാൽ ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. അവിടെ വന്നു മരണം ജഡീക മരണമായിരുന്നു, ആത്മീയ മരണമായിരുന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തെ വേർപെട്ടിട്ട് ആത്മീയ മരണം നടന്നെങ്കിൽ ഇന്നീ ഭവനത്തിൽ നടന്നിരിക്കുന്നത് ജഡീക മരണമാണ്. ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. ദൈവസന്നിധി അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെയും വഴിയിൽ പാർപ്പാൻ തക്കവണ്ണമുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കും. ആയതുപോലെ തന്നെ ആ മരണം, ഏതാം തോട്ടത്തിലെ മരണം ആത്മീയമായിരുന്നുവെങ്കിൽ ഇവിടുത്തെ മരണം ജഡീകമായ മരണമാണെന്ന് ഞാൻ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആയതുപോലെ ഈ ദമ്പതികൾക്ക് ദൈവസന്നിധി അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും മടിയിൽ പാർപ്പാൻ തക്കവണ്ണം സാധിക്കുമാറാകട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ വാർഡ് പ്രസിഡന്റ് എന്ന നിലയിലും കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് എന്ന നിലയിലും ഈ പ്രദേശവാസികളുടെ എല്ലാവരുടെയും പേരിലും കോൺഗ്രസിന്റെയും പേരിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രിയപ്പെട്ട സാറിന് വളരെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോൾ CS ജോൺ ചില വാക്കുകൾ നമ്മോട് സംസാരിക്കും. അതിനുശേഷമായി സന്തോഷ് ഏനാത്തുനിന്ന് കടന്നുവന്നിട്ടുള്ള സന്തോഷ്, അതിനുശേഷമായിട്ട് മറ്റു പല ദൈവദാസന്മാരും ദൈവത്തിൽ കൂടി സംസാരിക്കും. നമുക്ക് പ്രകൃതി വളരെ പ്രതികൂലമായി ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാവിലെ വൈകിട്ട് തീരുമാനിച്ചത് 12:30 മണിയോടുകൂടി തന്നെ ശുശ്രൂഷ അവസാനിപ്പിക്കണം. അല്പമായി പ്രകൃതി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നല്ലോ. അതുകൊണ്ട് സംസാരിക്കുന്നവർ വളരെ ചുരുക്കവാക്കുകൾ സംസാരിക്കാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതോടൊപ്പമായിട്ട് മറ്റ് ഈ സെക്ഷനിലല്ലാത്തായ മറ്റേതെങ്കിലും ദൈവദാസന്മാര് സംസാരിക്കാനായിട്ടുണ്ടെങ്കിൽ അവര് പേര് തന്നാൽ പേര് പറയാം. ഇല്ലെങ്കിൽ അവർക്ക് സ്വമേധയായിട്ടായിരുന്നാലും കടന്നു വന്ന് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനൊക്കെ വേണം ഇടയായിത്തീരും. മറ്റ് സെക്ഷനിലുള്ള പ്രവർത്തകർക്ക് പിന്നാലുള്ള കാര്യം ഞങ്ങൾ ക്രമീകരിക്കുന്നതാണ്. ദൈവമായ കർത്താവിന്റെ സഹായിക്കും. ബഹുമാനപ്പെട്ട അതുപോലെ പ്രവർത്തകരായിരിക്കുന്ന ഉല്ലാസന്മാര്, ഇവിടെയായിരിക്കുന്ന
സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ ഭാഷകളുടെ മരണം ദൈവത്തിന് പ്രകാരം ഏറ്റവും വിലപ്പെട്ട ഒരു മരണമാണ്. ഭക്തന്മാരുടെ പങ്കാളി ഭവിക്കും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പ്രത്യേക ശുശ്രൂഷയില് ദൈവമായ സാന്നിധ്യം ധാരാളം പകരുന്നതിലും ഞാൻ സ്തുതിക്കുന്നു. മോശ പറഞ്ഞതുപോലെ നമ്മുടെ ആൾക്കാരും 20 സംവത്സരം ഏറെയാകാൻ 2 സംവത്സരം അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും മാത്രമേ ഇത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. പ്രിയ ഭർത്താവിനെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്രായത്തിലെല്ലാം ഞങ്ങൾ ജീവിപ്പിച്ചായിരുന്ന കാലഘട്ടങ്ങളിൽ വളരെ അടുത്ത് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ജീസസിനെ പുസ്തകയുടെ ശിഷ്യനായി 4 വർഷം ഇരിക്കുമ്പോൾ ഞാൻ നിരന്തരം ആ പ്രവർത്തി കടന്നുപോവുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ എല്ലാ മേഖലകളിലും വളരെ സഹകരിക്കുന്ന ഒരു ഭവനമായിരുന്നു. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപ് പ്രിയ ജെയിംസാറിന്റെ മരണത്തിൽ ഉള്ള ശുശ്രൂഷയിലൂടെ കടന്നു വരുന്ന സാഹചര്യത്തിൽ അന്നത്തെ സാഹചര്യം മറ്റൊന്നാണ്. പ്രകാരമുള്ള സന്ദർഭമോ സമയമല്ലായിരുന്നു. എങ്കിലും നമുക്ക് ഈ പ്രത്യേക ഈ ഭവനത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ദൈവമക്കൾ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പ്രിയമാതാവിനെ യാത്രയിക്കുവാൻ ദൈവധാരണം സഹായിക്കട്ടെ. ഒരു നാൾ കർത്താവിന്റെ രാജ്യത്തിൽ നമുക്ക് ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശയും എളിവന് ലഭിക്കപ്പെട്ട സമയത്തിനുള്ളിൽ എളിവൻ താങ്കൾ സമർപ്പിച്ചുകൊണ്ട് 10-ാം ക്ലാസ്സിലേക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ സന്തോഷ് അവരുടെ കർത്താവിന് മഹത്വം. പ്രിയ മാതാവിന്റെ ദേഹയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് ഈ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. ഈ മീറ്റിംഗ് അധ്യക്ഷൻ വഹിക്കുന്ന കർത്താവിന്റെ ബഹുമാനപ്പെട്ട കർത്താവിദാസൻ, ഈ വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ എല്ലാ ദൈവദാസന്മാർക്കും ഈ കുടുംബാംഗങ്ങൾക്ക് ദേശവാസി കർത്താവ് യേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. മരണം, ഈ നമ്മുടെ ഭൂമി മരണം എന്ന പദത്തിന്റെ ക്ഷണം തീരുക, യുദ്ധം അവസാനം. പ്രിയ മാതാവ് ദീർഘപതിറ്റാണ്ടുകൾ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയോട് യുദ്ധം ചെയ്ത് തന്റെ മക്കളെ വളർത്തി അവരുടെ നല്ല ഭാവി കണ്ട് അവര് കർത്താവ് പ്രത്യാശയോട് ജീവിക്കുന്ന കണ്ട് താൻ പ്രത്യാശ വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് 2 ദിവസം ചേർക്കപ്പെട്ടു. ഈ തന്റെ ഭൗതിക ശരീരത്തിൽ മുമ്പിൽ നാം പ്രത്യാശയോട് ദൈവസന്നിധിയിലായിരിക്കും. വചനത്തിൽ യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെ: നാം ദൈവമക്കൾ ആകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നത് കൊണ്ട് അവനോട് സാക്ഷ്യം. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് ഇങ്ങനെയാണ്: നാം ദൈവമക്കൾ ആകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നത് കൊണ്ട് അവനോട് സാക്ഷ്യം. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വചനത്തിൽ കണ്ടത് നാം ദൈവമക്കളാണ്. ഈ ദൈവമക്കളാകുന്നത് നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവനോട് നാം സദൃശ്യമാകുന്ന ഒരു രൂപാന്തരം സംഭവിക്കുമെന്നുള്ള പ്രത്യാശയാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്നത്. ആ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തു തന്റെ വചനത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കരങ്ങിപ്പോകും, എന്നെ വിശ്വസിക്കും. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസ്തവങ്ങൾ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോയി, ഞാൻ ഇരിക്കുന്നത് നിങ്ങളുടെയും ചേർത്തു. ആ പ്രത്യാശ യേശു കർത്താവ് നേരിട്ട് പറഞ്ഞു. കർത്താവ് ദൂതന്മാർ മുഖാന്തരം പറഞ്ഞു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു താൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. ആ പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് അപ്പോസ്തലന്മാരോടെ നൽകി തന്ന വചനത്തിന്റെ പ്രത്യാശ, കർത്താവ് തൻ ഗംഭീരനാഥം പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നൽകി. ആദ്യം ക്രിസ്തുവിൽ മരിച്ചു, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനത്തിന്റെ പ്രത്യാശയാണ് ദൈവമക്കളാകും നാം ധൈര്യത്തോടെ ഈ ഭൗതിക ശരീരത്തിന്റെ മുമ്പിൽ വിലാപമില്ലാതെ, ദുഃഖമില്ലാതെ, കണ്ണീരില്ലാതെ ഒരു നാട്ടിലേക്ക് പ്രിയ മാതാവ്
ഈ ഏറിയ സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ച അനന്തരം താൻ വാങ്ങിപ്പോയ ആ കർത്താവിന്റെ സന്ധി ദൈവമക്കളാകുന്ന ഈ പ്രിയ മാതാവിന്റെ പെൺമക്കൾക്ക്, മരുമക്കൾക്ക്, കൊച്ചുമക്കൾക്കൊക്കെ ഈ പ്രിയ മാതാവിനെ വീണ്ടും കാണാമെന്ന് വചനത്തിന്റെ പ്രത്യാശയും ധൈര്യവും ദൈവം നൽകി നിങ്ങളെ ആശ്വസിക്കട്ടെ. കർത്താവിന്റെ സന്ധി പ്രിയ മാതാവ് ഒരുമിച്ച് കാണാമെന്ന പ്രത്യാശയും എന്റെ ഈ കുടുംബത്തിന് ഞാൻ ശുശ്രൂഷിക്കും. ഏനാഥ് അസംബ്ലീസ് ബോർഡ് സഭയുടെ എല്ലാ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്ന സമയത്ത് വെച്ച് ദൈവദാസൻ നാമി അറിയിക്കുന്നു. കർത്താവിന്റെ ധാരണമായി കർത്താവിന്റെ വളരെയധികമായി നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഈ വാർഡിന്റെ മെമ്പറായിരിക്കുന്ന സാരി റെജി ഇപ്പോൾ ചില വാക്കുകൾ സംസാരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ, മറ്റു പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട അമ്മച്ചിയെ വർഷങ്ങളായിട്ട് എൻ്റെ പരിചയമുണ്ട്. കാരണം ഞാൻ രണ്ടുപേരെയും കൂടെ ഒരുമിച്ചാണ് മിക്കവാറും ഈ മലബാർ ദേശത്ത് വെച്ച് കാണുന്നത്. പോകുമ്പോഴെല്ലാം രണ്ടുപേരോട് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് പോയി. എന്നോട് നല്ല സ്നേഹമുള്ള ഒരു സാറും അമ്മയായിരുന്നു. ഇന്നലെ മരണമറിഞ്ഞു. ഞാൻ ഇവിടെ വന്നായിരുന്നു. അപ്പം പ്രിയ അമ്മച്ചിയെ ഞങ്ങളിവിടെ കുറച്ച് നാളായിട്ട് വയ്യായ്മയിലായിരുന്നു. പാലിയേറ്റീവായിട്ട് ബന്ധപ്പെട്ട് നിലയിൽ ഇവിടെ വരുമ്പോഴെല്ലാം മക്കളെല്ലാം, അതായത് പ്രത്യേകിച്ച് ലേസി ചേച്ചി നല്ല രീതിയിൽ നോക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്